ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് നിഫ്റ്റി 50യും സെൻസെക്സും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ബാക്കി നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് എന്നിവ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യാൻ കണ്ടത്. നിഫ്റ്റി 50 നിന്ന് 35 പോയിൻറ്റ്സ് കുറഞ്ഞ് 24,716 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് എന്നാൽ 153 പോയിൻറ്റ്സ് ഉയർന്ന് 55,903 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 350 പോയിൻറ്റ്സ് ഉയർന്ന് 5,775 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 212 പോയിൻറ്റ്സ് ഉയർന്ന് 18,095 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 17.15 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 6.72% ഡിഫറൻസ് ആണ് കാണാൻ സാധിച്ചത്. സെൻസെക്സ് ഇന്ന് 77 പോയിൻ്റ് ഇടിഞ്ഞ് 81,373 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് മാത്രമേ സ്ക്രീനിൽ കാണുന്നതിൽ എബോവ് 1% റാലി നടത്തിയിട്ടുള്ളൂ. DIFI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്നും DII 5,313 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII വീണ്ടും കഴിഞ്ഞ വെള്ളിയാഴ്ചനെ ഫോളോ ചെയ്ത് വീണ്ടും ഇന്ന് 2,589 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അദാനി പോർട്സ് 2.20% റാലി നടത്തി. M&M 1.59% റാലി നടത്തി. ഇറ്റേണൽ 1.10%, പവർ ഗ്രിഡ് 1.05%, ടാറ്റ കൺസ്യൂമർ 0.91%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 0.83%, ബെൽ 0.83%, കോൾ ഇന്ത്യ 0.48%, ബജാജ് ഫിൻസർവ് 0.44% ആൻഡ് ഏഷ്യൻ പെയിൻറ്റ്സ് 0.42% റാലിയാണെന്ന് നടത്തിയത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഹീറോ മോട്ടോകോപ്പ് 2.05% കുറവ് കണ്ടു. HDFC Life 1.53%, JSW Steel 1.48%, Techem 1.45%, Bajaj Auto 1.24%, Tata Steel 1.18%, Tata Motors 1.10%, Grasim 1.04%, Wipro 0.84% ആൻഡ് ഇൻഫി 0.75% കുറവാണെന്ന് കണ്ടത്. ഇതൊരു സ്റ്റോക്ക് ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ 22,530 നിഫ്റ്റി ഇന്ന് 24,716 നിൽക്കുമ്പോൾ 9.70% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 അതുപോലെ ഈ ഇയറിലെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,716 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,386 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,254 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് നോക്കിയാലും ഇന്ന് നിഫ്റ്റി ഫിൻ സർവീസ്, നിഫ്റ്റി IT, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി ഫാർമ എന്നിവ റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി PSU ബാങ്കും നിഫ്റ്റി റിയാലിറ്റിയും എബൌട്ട് 2% റാലിയാണ് ഇന്ന് നടത്തിയത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 327 ക്ലോസ് ചെയ്തപ്പോൾ 1.45% പോയിൻ്റ് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 54 പോയിൻറ്റ്സ് ഉയർന്ന് 35,933 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിൻ സർവീസ് 26,448 ക്ലോസ് ചെയ്തപ്പോൾ 50 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 55,732 ക്ലോസ് ചെയ്തപ്പോൾ 449 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 13,907 ക്ലോസ് ചെയ്തപ്പോൾ 16 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 10 പോയിൻറ്റ്സ് ഉയർന്ന് 8,981 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ITL എന്നാൽ 259 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 37,061 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മീഡിയ 1716 ക്ലോസ് ചെയ്തപ്പോൾ 5 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ ഇന്ന് 64 പോയിൻറ്റ്സ് കുറഞ്ഞ് 9128 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 23 പോയിൻറ്റ്സ് കുറഞ്ഞ് 11,364 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 21,394 ക്ലോസ് ചെയ്തപ്പോൾ 47 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 149 പോയിൻറ്റ്സ് ഉയർന്ന് 7125 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 21 പോയിൻറ്റ്സ് ഉയർന്ന് 971 ക്ലോസ് ചെയ്തു. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നമുക്ക് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹാവ് എ ഗുഡ് ഈവനിങ് ഓൾ. ബൈ ഓൾ.